നയീനിലെ പട്ടണത്തിൽ ആ മഞ്ചത്തിൽ തൊട്ട കരം, ആ വിധവയുടെ കുഞ്ഞിനെ ഉയർപ്പിച്ച കരം, ജീവനായ ക്രിസ്തുവിന്റെ കരം ഈ പകലിൽ നിങ്ങളുടെ മേൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിലര് പാസ്പോർട്ടുകൾ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ അവരുടെ കുഞ്ഞുങ്ങളെ അടുത്ത് പിടിച്ചു നിർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ ഈ ലൈവ് പ്രോഗ്രാമിൽ നിന്ന് കാണുമ്പോൾ അവരുടെ രോഗമുള്ള ഭാഗങ്ങളിൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരൊന്നും പറയാൻ പോലും ഇല്ലാതെ ഇത് കേട്ടോണ്ടിരിപ്പുണ്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കുന്ന, നിങ്ങളെല്ലാവരെയും അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആ വിധവയായ സ്ത്രീ ഒരു വാക്കുപോലും യേശുവിനോട് പറഞ്ഞില്ല. അവൾ പ്രാർത്ഥിച്ചില്ല, അവൾ അപേക്ഷിച്ചില്ല. പ്രവാചകനായ യെശയ്യാ പറയുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുന്നു, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. ആ കർത്താവ് എന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരത്ഭുതത്തെ, ഒരു ദൈവപ്രവൃത്തിയെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ യേശു മതിയായവനാണ്. ആ പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നിരുന്ന് കരഞ്ഞു. കണ്ണുനീരുകൊണ്ട് കാല് കഴുകി, തലമുടി കൊണ്ട് അവൾ തുടച്ചു. ഒരു വാക്കുപോലും അവൾ യേശുവിനോട് പറഞ്ഞില്ല. ഞാൻ പാപിയാണെന്നോ എൻ്റെ പാപത്തെ ക്ഷമിക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. അവൾ കണ്ണുനീരുകൊണ്ട് കാൽ കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. ഉടനെ യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ അനവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കണ്ണിൽ നിന്ന് ഒഴുകിയ ചൂടുള്ള കണ്ണുനീരിൽ നിന്ന് പ്രാർത്ഥനകൾ, അവളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, അവൾ ആരെന്നുള്ള യാഥാർത്ഥ്യം യേശു മനസ്സിലാക്കുകയായിരുന്നു. യേശു അവളെ തിരിച്ചറിയുകയായിരുന്നു. ഇന്ന് നിന്നെ അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, കുടുംബക്കാർ മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, സഭാവിശ്വാസികൾ മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, ഒരുപക്ഷെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ പാസ്റ്റർ പോലും, നിന്റെ ഭർത്താവ് പോലും, നിന്റെ ഭാര്യ പോലും, മക്കൾ പോലും മനസ്സിലാക്കാതെ പോകുന്നിടത്ത് നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കരച്ചിലിനെ കാണുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ കരം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മതി, മതി, അത് മാത്രം മതി, അത് മാത്രം മതി. ആ കൈ എൻ്റെ മേളിലൊന്ന് വന്നാൽ മതി. ആ കരം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേളിലൊന്ന് വന്നാൽ മതി. ആ കരം എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒന്ന് വന്നാൽ മതി. ആണിപ്പഴുതുള്ള കരം എന്നെ ഒന്ന് തൊട്ടാൽ മാത്രം മതി. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തു പോകില്ല. അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയുകയില്ല. എന്താ അതിന്റെ കാരണം? ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈകൾ വഹിച്ചു. മതി, എനിക്ക് ആ ദൈവപുത്രന്റെ കരം മതി, എനിക്ക് എൻ്റെ യേശുവിന്റെ കരം മതി. ദൈവമക്കളെ, നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. അവൻ ബദ്ധന്മാരെ കുഴിയിൽ നിന്ന് വിടുവിക്കുന്നു. ആ കരം തൊട്ട് ആശ്വസിപ്പിക്കുന്നു. കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? എന്നെ ഒന്ന് സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? കാരണം ആർക്കും എന്നോട് മനസ്സില്ല. എന്നെ ആരും തൊടാറ് പോലും ഇല്ല. കണ്ടോ, എൻ്റെ ശരീരം എല്ലാം കുഷ്ഠരോഗത്താൽ വല്ലാതെ വ്രണം നിറഞ്ഞിരിക്കുന്നെന്നാണ് അവൻ പറയുന്നത്. എന്നെ ആരും തൊടാൻ വരില്ല. നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് സൗഖ്യമാക്കാൻ? ഞാൻ കരുതിയത് നീ സൗഖ്യമാകാ എന്ന് അവനോട് പറയും എന്നായിരുന്നു. പക്ഷെ ബൈബിളിൽ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. അവൻ മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, സൗഖ്യമാകാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇതുപോലൊരു കരസ്പർശനം അവൻ അനുഭവിച്ചിട്ട് വർഷങ്ങളായി. ആരും അവനെ തൊടാറില്ല. ആരും തൊടാത്തവനെ തൊടാൻ ഒരു കരമുണ്ട്. ആരും സഹായിക്കാത്തവനെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. എല്ലാവരും മറന്നവനെ ഓർക്കാൻ ഒരു ദൈവമുണ്ട്. ആ കരത്തിൽ വിശ്വസിക്കുക. ഒരു പാസ്റ്റർമാരിലുമല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, ഒരു വ്യക്തികളിലുമല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, ഒരു സംഘടനയിലുമല്ല നിങ്ങൾ നിലകൊള്ളേണ്ടത്. ബിലീവ് ഇൻ ഗോഡ്. അവനിൽ വിശ്വസിക്കുക.
എന്റെ ദൈവത്തിൽ ആശ്രയിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. മരണവും ജീവനും തമ്മിൽ കൂട്ടിമുട്ടി നയീനിൽ. നിങ്ങൾ അറിഞ്ഞോ? മരണവും ജീവനും തമ്മിൽ കൂട്ടിമുട്ടി നയീനിൽ മരണം തോറ്റു. വെളിച്ചവും ഇരുട്ടും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഇരുട്ടേ നീ തോറ്റുപോകും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ആ കരം മാത്രം മതി എനിക്ക്. ആ കരം മാത്രം മതി എനിക്ക്. Thank you, Lord Jesus. ആ വിലാപയാത്ര പട്ടണത്തിന് പുറത്തെത്തിയെങ്കിൽ, യേശു കർത്താവ് ആ സമയത്ത് അവിടെ വരാതിരുന്നെങ്കിൽ, അവര് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയെങ്കിൽ, യേശു കുറച്ചും കൂടെ വൈകി വന്നെങ്കിൽ ജീവനും മരണവുമായി കൂട്ടിമുട്ടില്ല. പക്ഷേ ദൈവത്തിന് പദ്ധതിയുള്ള സകല വിഷയത്തിലും ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ, ആ കൃത്യസമയത്ത് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേ. അവന്റെ ബലമുള്ള കൈക്കീഴിട്ടാണ്. ആ സമയം തെറ്റില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. അത് വൈകിയാലും വരും നിശ്ചയം. സമയം തെറ്റുകയില്ല. നമുക്ക് സമയം പോയെന്ന് തോന്നാം, സമയം കഴിഞ്ഞെന്ന് തോന്നാം, അയ്യോ ഇനി അതെങ്ങനെ നടക്കുമെന്ന് തോന്നാം. പക്ഷെ ദൈവം കൃത്യമായ ടൈമിലാണ്. ദൈവത്തിന്റെ കരം ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കട്ടെ. Father, in the name of Jesus, കർത്താവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു. ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു. ഇപ്പോൾ സുഖം പ്രാപിക്കുന്നു. യേശുവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. യേശുവിന്റെ അടിപ്പിണരുകൾ ഹീലാകട്ടെ. 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 കർത്താവ് ഒരു വിഷയത്തിൽ ദൈവം ഇറങ്ങിവെന്ന് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങിവെന്ന് പ്രവർത്തിക്കുന്നു. ഇവരും ഒരു കുടുംബവും ഒരു അത്ഭുതമായി മാറി. I bless them, Lord. I bless them. I bless them. I bless them. I bless them. I bless them, Lord. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. You are healed. You are delivered in Jesus.